മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ പരമ്പരയിൽ ആദ്യത്തെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, ഇന്നലെ മേജർ 2 ക്ലാസ്സുകൾ NSSുമായിട്ട് ബന്ധപ്പെട്ടത് ധന്യമായിട്ട് എടുക്കാൻ സാധിച്ചു. എനിക്ക് വളരെ അത്ഭുതം തോന്നിയത്, എനിക്കെതിരെ ഒരു അഡ്വക്കേറ്റ് കേസ് കൊടുത്തു. അത് ചില പത്രമാധ്യമങ്ങളിലൊക്കെ വന്നു. അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ശക്തമായ പ്രതികരണവും എതിർ പ്രതികരണവും ഉണ്ടായി. അതെല്ലാം സംഭവിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ക്ലാസ് നടക്കുന്നു. ഈ കാലയളവിലെല്ലാം സമൂഹം എത്ര ധന്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതിന് അനുഭവങ്ങളുടെ പരമ്പര. അതിൽ ഇന്നലത്തെ 2 ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അവാച്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വാചകങ്ങൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള അനുഭൂതിയുടെ. രാവിലെ 4 മണിക്ക് തിരുവനന്തപുരത്ത് പുറപ്പെട്ടിട്ട് നേരിട്ട് തൊടുപുഴയിൽ ചെന്ന് 10 മണിക്ക് അവിടെ ക്ലാസ് എടുക്കുകയാണ് ചെയ്തത്. അസാമാന്യമാം വിധത്തിൽ ബുദ്ധിജീവികൾ, അതുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കില്ല. അവരുടെ സംസാര രീതിയൊക്കെ ശക്തമായിട്ടുള്ള വിധത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികൾ, എണ്ണി എടുത്തു പറയാവുന്ന വിധത്തിൽ ഇടതുപക്ഷ ചിന്താധാരകളിലൂടെ പോകുന്നവരും ബുദ്ധിജീവികളും എല്ലാം 2 സദസ്സിലുണ്ടായിരുന്നു. സാധാരണക്കാരും ഉണ്ടായിരുന്നു ധാരാളമായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ കറക്റ്റ് 2 മണിക്കൂർ ക്ലാസ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് താഴെയുള്ളവർക്കും മുകളിലുള്ളവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരാൾ പോലും കൂട്ടുവായ വിടാതെ, വാച്ച് നോക്കാതെ അവരെ നമ്മുടെ ലൈനിലൂടെ കൊണ്ടുപോയിട്ട് ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവരുടേതായിട്ടുള്ള ആ മനസ്സ് മുഖത്ത് കാണാമായിരുന്നു. അവരുടെ മനസ്സ് മുഖത്ത് കാണാമായിരുന്നു. അവരുടെ സന്തോഷം, അവരുടെ സംതൃപ്തി. അതിനേക്കാളുപരി ഇൻസിഡൻ്റലി ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പറയുകയുണ്ടായി, പ്രിന്റഡ് നോട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പുതിയ വിങ് അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് നല്ല രീതിയിൽ A4 സൈസിൽ സിലബസ് പോലെ 10-25 ഷീറ്റുകൾ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചാൽ ഭാരതീയ പൈതൃകവും സനാതന ധർമ്മവും അത് ഏത് തലത്തിലുള്ള വ്യക്തികൾക്കും എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ സ്വീകരിക്കാനോ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം ലഭിച്ച് ഉൾക്കൊള്ളാനോ പാകത്തിനുള്ള ഏത് വ്യക്തിക്കും ഉൾക്കൊള്ളാൻ പാകത്തിന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിലുമുണ്ട്. ഇംഗ്ലീഷിലുള്ളതിൻ്റെ ചുവട്ടിൽ മലയാളം കുറേശ്ശെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റ് വാങ്ങിച്ച് അവർ പഠിച്ച് നിങ്ങളിത് മറ്റുള്ളവരെ പഠിപ്പിച്ച് പ്രചരിപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ സെറ്റ് ഷീറ്റിനോടുള്ള അവരുടെ ആഭിമുഖ്യവും താല്പര്യവും ശരിക്കും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ വിവരണാതീതമായിരുന്നു. ഇപ്പൊ സമൂഹം എങ്ങനെ തരുന്നു, അത് നമുക്കെങ്ങനെ പ്രയോജനപ്പെടുന്നു, അതെങ്ങനെ ഉൾക്കൊള്ളണം എന്ന് തിരിച്ചറിയുന്നതിൻ്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് തിരുനക്കര ഓഡിറ്റോറിയത്തിൽ, അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ 10,000-ലധികം വ്യക്തികൾ, SB കോളേജ് ചങ്ങനാശ്ശേരി എന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. CMS കോളേജിൽ നിന്നൊക്കെ ക്രിസ്ത്യൻ കുട്ടികളും മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരിത് ഉൾക്കൊണ്ട രീതി മഹാത്ഭുതം എന്ന് തോന്നുന്നു. പിറ്റേ ദിവസം വൈക്കം NSS യൂണിറ്റിൻ്റെ പേരിലുണ്ടായതും ഉച്ചയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഭഗവത്ഗീത സന്ദേശങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്നതും
അത്ര നല്ല രീതിയിലാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പായസം ഉൾപ്പെടെയുള്ളത് കഴിച്ചിട്ട് ഉറങ്ങാതെ ഇരിക്കുക 2 മണിക്കൂർ. അതിഗംഭീരം. വൈകുന്നേരം പറവൂരിലെ നാഗാരാധന, സർപ്പ ആരാധന, ക്ഷേത്രത്തിലെ ആചാരങ്ങള്, വിശ്വാസങ്ങള്, ഇതൊക്കെ ലോജിക്കലായിട്ട് വിവരിച്ചു കൊടുത്തപ്പോ 6:30 എന്ന് പറഞ്ഞപ്പോൾ 6:30ക്ക് ക്ലാസ് തുടങ്ങി. ഇവിടെ ഉള്ളവരെന്നോട് പറയാറുണ്ട്, സാറേ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും ഇടതുപക്ഷക്കാരാണ്, ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ അമ്പലത്തിൽ വരുന്നുണ്ട്, അതുകൂടി സാറൊന്ന് പോസിറ്റീവായിട്ട് ഹിൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് തുടരണോ അല്ല നിർത്തട്ടെ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം വരില്ല. കുറച്ചുകൂടി തുടരണമെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ എല്ലാ വ്യക്തികളും കൈ ഉയർത്തി, ഒരാൾ കൈ താഴ്ത്തിയില്ല. രാത്രി 8 മണിക്ക് അത് കഴിഞ്ഞിട്ട് ഭക്ഷണമുണ്ട്. അപ്പോൾ എല്ലാവരും, ജനങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ ഏറ്റവും അധികം താല്പര്യമുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും എതിർക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അത് വർഗീയവും ഹിന്ദുത്വവും സംഘികളുടെ കുപ്രചരണവും എന്ന ഒക്കെയാണെന്ന് പ്രചരിപ്പിച്ച് RSSന്റെ വർഗീയ മുഖം, മതവൽക്കരണം, എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. ഇവിടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ആദ്യം കുറേ പേര് കളിയാക്കും, പിന്നെ അവരെ എതിർക്കും, പിന്നെ സറണ്ടർ ചെയ്യും. ഫസ്റ്റ് they will denigrate and degrade and belittle. Second they themselves will oppose it and challenge it. And third they will surrender. ഈ 3ാമത്തെ ലെവലിൽ എത്തിയെന്ന് തോന്നുന്നു എനിക്ക്. അത്രയും അധികം അത്ഭുതകരമായിട്ടുള്ള അനുഭവം. ഇന്നലെ തൊടുപുഴയിൽ അവര് പ്രതീക്ഷിച്ചത് 200 പേരാണ്. ഒരു ഗ്രാമത്തിലാണ്, തനി ഗ്രാമം. പക്ഷെ വന്നത് ഏതാണ്ട് 800 പേരാണ്. 3-4 പ്രാവശ്യം കസേര കൊണ്ടുവന്നു. പ്രധാനപദം നമ്മൾ വിവരിച്ചപ്പോ അത് ശരിക്ക് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറിയിലെ കുട്ടികൾ പുസ്തകം നോക്കിയിരുന്ന് ടീച്ചർ പറയുന്നത് കേട്ട് ഉൾക്കൊള്ളുന്ന മാതിരി ഈ നോട്ട് നോക്കിയിരുന്ന് അവരെ കൊണ്ടുകൂടി വായിപ്പിച്ചിട്ട് ഇതിന് ഉത്തരം പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിൻ്റെ പല പോയിന്റുകളും ആവർത്തിച്ച് കുറച്ചുകൂടി അതിനകത്തേക്ക് ചേർത്ത് ക്ലാസ് എടുത്തപ്പോൾ അവരുടെ താല്പര്യം, അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേദം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അടുത്ത പ്രഭാഷണത്തിന് പോവാൻ സമയമായതുകൊണ്ട് അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും സവർണരുടെ ആണ്, ബ്രാഹ്മണരുടേതാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാൽ ഭ്രാന്ത് പിടിക്കും എന്നെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയൊക്കെയോ ധരിപ്പിച്ച് ആ വേദം പോലും പഠിക്കാൻ ഇപ്പോൾ ആർക്കും ഒരു സങ്കോചവുമില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസും ഉൾപ്പെടെ ആ വേദം പഠിക്കുന്ന അനുഭവമായിരുന്നു വൈകുന്നേരത്തെ പ്രഭാഷണത്തിലുണ്ടായത്. അമ്പലം NSSന്റെ ആണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ പല പ്രഭാഷണങ്ങളിലും ഇതെല്ലാം അവതരിപ്പിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഉണ്ടായ അനുഭവ പരമ്പരകൾ അതിങ്ങനെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ മാതിരി മാറിക്കൊണ്ടിരിക്കുകയാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മാതിരിയല്ല. 1, 2, 4, 8, 16, 32 ഈ തരത്തിലുള്ള ഒരു മാറ്റം. എന്നിട്ട് വന്ന് പരിചയപ്പെടുമ്പോഴും ഇപ്പം ഞങ്ങൾ യൂട്യൂബ് കാണുന്നുണ്ട്, ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ഇതെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം പറയുന്നതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു ഡോക്യുമെൻ്ററി ഫിലിം എടുക്കണം, നമ്മുടെ ഹെറിറ്റേജിനെ കുറിച്ച് ഒരു മൂവി എടുക്കണം, സിനിമ എടുക്കണം. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള ഡയലോഗുകളും മെസ്സേജും വേണം. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഫിലിം എടുക്കണം എന്ന് പറഞ്ഞ് ഇന്നലെ ഒരാൾ വന്നു. ഞാൻ പറഞ്ഞു അർത്ഥശാസ്ത്രം എടുക്കാൻ പോയാൽ ബുദ്ധിമുട്ടാണ്, ചാണക്യൻ്റെ നീതിസാരം 10-250 മെസ്സേജുകളുണ്ട്, നല്ലതാണ്, അതിഗംഭീരാണ്. ഒരു ഗുരുവും ശിഷ്യനും ഇങ്ങനെ പോകുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു. ഗുരു ചാണക്യ നീതിസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊക്കെ മറുപടി കൊടുക്കുന്ന രീതിയിൽ ഒരെണ്ണം എടുത്തു നോക്കാൻ പറഞ്ഞു. വളരെയധികം അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ജീവിതത്തിലൊരു വഴിത്തിരിവാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ പൈതൃകം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാര്യന്മാർ എഴുതിയത് ഇന്ന് എടുത്തു കൊണ്ടുവന്ന്
അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവതരിപ്പിച്ചവർ പറയുന്നത് ലോകത്തിലെത്തിക്കാൻ എത്രയധികം ആൾക്കാരാണ് മുമ്പോട്ട് വരുന്നത് എന്നുള്ള ആ അനുഭവം, കാഴ്ച, അവർ പറയുന്നതിൻ്റെ ആ കേൾക്കാനുള്ള സുഖം, അത് ആവേശകരമായിട്ട് തോന്നുന്നു. അത് ഞാൻ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. എതിർക്കുന്നവർ എതിർക്കുക, പുച്ഛിക്കുന്നവർ പുച്ഛിക്കുക, അവഹേളിക്കുന്നവർ അവഹേളിക്കുക, ഇതൊക്കെ അവരവരുടെ സംസ്കാരവും അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ പാരമ്പര്യവും പൈതൃകവും അനുസരിച്ച് ചെയ്യട്ടെ. നമുക്ക് ശരി എന്ന് തോന്നുന്നത്, നല്ലതെന്ന് തോന്നുന്നത്, ഇന്നലെ വരെ നമ്മൾ അതിനോട് എന്ത് വീക്ഷണം വെച്ച് പുലർത്തിയിരുന്നോ അത് ഒരു മാറിയ വീക്ഷണം ഉണ്ടാക്കാൻ തടസ്സമാകാത്ത വിധത്തിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ചിന്തിച്ച് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മാനവരാശിക്കും സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താൻ സാധിക്കുന്ന വിധത്തിൽ വിവരിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് നേരിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ശരിക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൈം മിനിസ്റ്ററുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ സംസ്കാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പൈതൃകം പഠിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഗ്രൂപ്പിൽ ഒരാൾ ഞാനാണ്. അതിനു വേണ്ടിയിട്ട് പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി മംഗലാപുരത്ത് IT ഫീൽഡിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു പോർട്ടൽ വെബ്സൈറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റിലീസ് ചെയ്തിട്ടില്ല, ഇതിലൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിജുല എന്ന് പറയുന്ന ആൾ ഗംഭീരമായിട്ട് ഈ MP3 വീഡിയോ, ഈ വീഡിയോ എല്ലാം MP3 ഓഡിയോ ആക്കിയിട്ട് FLV ഫോർമാറ്റിൽ വാട്സപ്പിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണൻജി പ്രായമായി, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവും. പഴയ നല്ല ഭഗവത്ഗീതയിലെ കൊട്ടേഷൻസും ആചാരങ്ങളെക്കുറിച്ചുള്ളതെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് വാട്സപ്പിലൂടെ അയക്കുന്നുണ്ട്. എത്ര വ്യക്തികളാണ് ഇപ്പം അത് ചെയ്യുന്നത്? ഞാൻ 2-3 പേരുടെ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉദയഭാരതം ഗ്രൂപ്പ്, ഉദയ കേരളം ഗ്രൂപ്പ്, ജയരാജും അദ്ദേഹത്തിൻ്റെ വൈഫ് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ഇരുന്നുകൊണ്ട്, ജയരാമനും കൂട്ടത്തിലുള്ളവരും ബോംബെയിൽ ഇരുന്നുകൊണ്ട്, ഇതിനൊരു വലിയ സമൂഹം. ഞാൻ കുറച്ച് പേരുടെ പേരേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് മാത്രം 25 മിനിറ്റ് പറയാനുള്ളതുണ്ട്. ഈ ജ്ഞാനയോഗേണ സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. അറിവ് നേടി അറിവ് കൊടുക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. അല്ല, അറിവ് നേടി അറിവ് കൊടുക്കുന്നവരെ സഹായിച്ച് ജനങ്ങളിൽ എത്തിക്കാനുള്ള കർമ്മം ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യുക. ഏതായാലും ഭാരതം ഒരു തിരിച്ചുവരവിൻ്റെ ഉജ്ജ്വലമായ പന്ഥാവിലാണ്. അത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ക്രിസ്ത്യാനികൾ നമ്മുടെ പൈതൃകത്തെ അസാധാരണമാം വിധത്തിൽ സതുദ്ദേശത്തോടു കൂടിയോ ദുരുദ്ദേശത്തോടു കൂടിയോ ആണെങ്കിലും എടുക്കുന്നുണ്ട്. മുസ്ലിങ്ങളും നല്ല രീതിയിൽ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ നാടിൻ്റെ മരിക്കാത്ത സംസ്കാരം കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് ജഗദീശ്വരൻ തന്ന ഒരു അവസരമായിട്ടെടുത്ത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. അതിൽ അഭിനന്ദനങ്ങളും അതുപോലെ പുരസ്കാരങ്ങളും പൊന്നാടയും ബൊക്കെയും ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത് ഭാരതമാതാവിനും ഋഷീശ്വരന്മാർക്കും നമ്മുടെ സംസ്കാരമുണ്ടാക്കിയ യോഗി വര്യന്മാർക്കുമുള്ള ഗുരുദക്ഷിണയായിട്ട് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലൊരു അനുഭവമായിരിക്കും. പ്രണാമം, നമസ്കാരം.